പ്രൈസ് ദി ലോർഡ്. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനം. എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായിരിക്കുന്നു എന്ന് ശ്വസിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കപ്പെടട്ടെ, മാനിക്കട്ടെ. ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഈ സന്ദേശം കേൾക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം എടുത്തു പറയട്ടെ. ഞാൻ നിങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നിട്ട് ചിലപ്പോൾ ഒത്തിരി വർഷങ്ങളായി കാണും. ചിലർ അല്പകാലം മാത്രമേ ആയിട്ടുണ്ടാകുകയുള്ളൂ. ചിലർ അനേക വർഷങ്ങളായി കാണും വിശ്വാസത്തിൻ്റെ വഴിയിലേക്ക് വന്നിട്ട്. എന്നാൽ എന്നോടും നിങ്ങളോടും കൂടെ ഇറങ്ങിത്തിരിച്ചവർ അവർ എവിടെ എത്തിയിരിക്കുന്നു എന്ന് ഒരു വിചിന്തനം നാം ചെയ്യട്ടെ എന്ന് ഓർപ്പിക്കുന്ന ഈ സമയം, ഈ സന്ദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ആയതുകൊണ്ട് ഞാനും നിങ്ങളും ഇറങ്ങിത്തിരിച്ച സമയം മുതൽ നമ്മോടൊപ്പം ഇറങ്ങിത്തിരിച്ചവർ ഇന്ന് എവിടെയായിരിക്കുന്നു, എന്താകുന്നു അവരുടെ ആത്മീക നിലവാരങ്ങളും അനുഗ്രഹങ്ങളുമൊക്കെ എന്ന് ചിന്തിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എന്നോടും നിങ്ങളോടും കൂടെ ഇറങ്ങിത്തിരിച്ച ചിലരെങ്കിലും ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് പ്രത്യാശയോടെ ജീവിക്കുന്ന ചില സുഹൃത്തുക്കളെ നമുക്ക് കാണാൻ കഴിയും. അവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മറുഭാഗത്ത് ചിന്തിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ വഴിയിൽ നിന്ന് വ്യതിചലിച്ച് ലോകത്തിൻ്റെ വഴിയിലേക്ക് കടന്നുപോയി വീണ്ടും പഴയ ആചാരത്തിലേക്കും വീണ്ടും പഴയ അനുഷ്ഠാനങ്ങളിലേക്കൊക്കെ ആയി മാറിയ ഒരു കൂട്ടം ജനതയും നമുക്ക് കാണുവാൻ കഴിയും. അഥവാ ഒരു കൂട്ടം സഹോദരന്മാരെയും സഹോദരിമാരെയും നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിന് മഹത്വം. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ ഓർപ്പിച്ചത്, എന്നോടും നിങ്ങളോടും കൂടെ ഇറങ്ങിത്തിരിച്ചവർ എവിടെയായിരിക്കുന്നു എന്ന് വിശ്വാസത്തിൻ്റെ ഈ വഴിയിൽ. ദൈവത്തിന് മഹത്വം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ദൈവിക സന്ദേശമാണ് ഈ സമയം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവിക സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് കണ്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഈ വചനം കേട്ട് അവരും ബലപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരട്ടെ. ഇന്നത്തെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായി ഒരു തിരുവചന വേദഭാഗം നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 39-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 39-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. ഇങ്ങനെയാകുന്നു: നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിൽ അല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എബ്രായ ലേഖനത്തിൽ ഇപ്രകാരം ആത്മാവിനാൽ കുറിക്കപ്പെടുകയാണ്, എഴുതപ്പെടുകയാണ്: നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിൽ അല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ സന്ദേശം കേൾക്കുമ്പോൾ 2 ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ ഉന്നയിക്കട്ടെ. ഒന്ന്, നിങ്ങൾ ഏത് കൂട്ടത്തിലാകുന്നു? അല്ലെങ്കിൽ ഞാനും നിങ്ങളും ഏത് കൂട്ടത്തിലാകുന്നു? പിന്മാറുന്നവരുടെ കൂട്ടത്തിലോ അതോ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലോ? പ്രൈസ് ദി ലോർഡ്. വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണെങ്കിൽ ആ കരമുയർത്തി കർത്താവിന് സ്തോത്രം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഈ കേൾക്കുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിശ്വാസത്തിൻ്റെ ഒരു സ്റ്റെപ്പ് കൂടെ നിങ്ങൾക്ക് വളരുവാൻ കർത്താവ് സഹായിക്കും ഈ കേൾക്കുന്ന വചനം കൊണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ കേട്ട വചനം നിമിത്തം ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നാം ശുദ്ധി ഉള്ളവരായി തീരുകയാണ്. വെറുതെയല്ല, വേസ്റ്റ് അല്ല ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിൽ അല്ല എന്നും വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകുന്നു എന്നും പൗലോസ് പറയുകയാണ്. നേരത്തെ ഓർപ്പിച്ചു, നിങ്ങൾ ഏത് കൂട്ടത്തിലാകുന്നു? പിന്മാറ്റത്തിൻ്റെ വഴിയിലേക്ക് പോകുന്നവരാണോ അതോ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാകുന്നുവോ? ഹല്ലേലൂയ. ഉറപ്പിച്ചും തറപ്പിച്ചും പറയട്ടെ, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നു. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമുക്കൊന്നും ലഭിച്ചില്ലെങ്കിലും
മേൽത്തരമായ വലിയ ഭൗതികമായ അനുഗ്രഹങ്ങൾ ലഭിച്ചില്ലെങ്കിലും ആമേൻ, എബ്രായ ലേഖനത്തിലെ 10:39 വാക്യത്തിൽ പറയുന്നത് പോലെ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ആമേൻ, 2 ചോദ്യങ്ങൾ നേരത്തെ ചോദിച്ചു. ഒന്ന്, ആമേൻ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലാകുന്നുവോ അതോ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാകുന്നുവോ? ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിൻ്റെ കാലത്ത് ആമേൻ 12 ശിഷ്യന്മാരെ കൂടാതെ അനവധി ശിഷ്യന്മാരുണ്ടായിരുന്നു. ആമേൻ, 12 ശിഷ്യന്മാരെ കർത്താവ് വേർതിരിക്കുമ്പോൾ തന്നെ കർത്താവിനോട് കൂടെ അനവധി ശിഷ്യന്മാരും കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് കാണാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 66-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാർ പലരും പിൻവാങ്ങിപ്പോയി. എന്തുകൊണ്ട് അവന്റെ ശിഷ്യന്മാർ പിൻവാങ്ങിപ്പോയി? അപ്പോൾ പിന്മാറ്റം ഇന്ന് ഉള്ള കാര്യം മാത്രമല്ല, പണ്ടേ തന്നെ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ കാലത്തിൽ തന്നെ പിന്മാറ്റത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആരും ആശ്ചര്യപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. ആമേൻ, ദൈവത്തെ നിൽക്കുന്നത് കൊണ്ട് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാകുന്നു. ഹല്ലേലൂയ. അപ്പോൾ എന്തുകൊണ്ടാകുന്നു ആമേൻ യേശു കർത്താവിൻ്റെ ചില ശിഷ്യന്മാർ പിൻവാങ്ങിപ്പോയത്? യേശു ക്രിസ്തുവിൻ്റെ ഉപദേശം കട്ടിയുള്ള ചില ഉപദേശമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. യേശുവിൻ്റെ ഉപദേശത്തെങ്കിൽ പലർക്കും ഗ്രഹിക്കുവാൻ കഴിയാതെ അവർ കർത്താവിനെ വിട്ടുപോയെന്ന് യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ എടുത്തു പറയുന്നത് എന്തുകൊണ്ട് ആമേൻ ചില ശിഷ്യന്മാർ കർത്താവിനെ വിട്ടുപോയി. അതിനുത്തരമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അവര് കർത്താവിനോട് കൂടെ നടന്നത് അത്ഭുതങ്ങൾ കാണുവാനും ദൈവം ചെയ്യുന്ന വിടുതലുകളും ദൈവം ചെയ്യുന്ന അതിശയ പ്രവൃത്തികളും, അതുമാത്രമല്ല 5 അപ്പം 5000-ങ്ങൾക്കും ഒക്കെ അത് പോഷിപ്പിച്ചു കൊടുക്കുമ്പോൾ അത്തരത്തിലുള്ള വിസ്മയങ്ങൾ കാണുവാൻ വേണ്ടി ഒരു കൂട്ടം ശിഷ്യന്മാർ കർത്താവിനോട് കൂടെ ഇറങ്ങി തിരിച്ചു. ഹല്ലേലൂയ. എന്നാൽ ജീവന്റെ അപ്പമാകുന്ന ക്രിസ്തുവാണ് തങ്ങളോട് കൂടെ ഉള്ളത് എന്നുള്ള വലിയ മർമ്മം മനസ്സിലാക്കാൻ കഴിയാതെ അവർ പിൻവാങ്ങിപ്പോകുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ പകൽ എന്നെ കേൾക്കുന്ന പ്രിയ മിത്രമേ, ചിലപ്പോൾ നമുക്ക് ചുറ്റും ചില ആളുകൾ ഉണ്ടാകും, കർത്താവിനോട് സ്നേഹമുണ്ടാകും, പക്ഷേ കർത്താവിൽ നിന്ന് വല്ലതും പ്രാപിക്കുവാൻ വേണ്ടി, കർത്താവിൽ നിന്ന് വല്ല അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ വേണ്ടി ഓടി നടക്കുന്നവരുണ്ടാകും. ഹല്ലേലൂയ. നാം കണ്ടല്ലോ എത്രയോ പേരാ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കാൻ വേണ്ടി ഓടി നടക്കുന്നത്. ഹല്ലേലൂയ. അവർക്ക് ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനവും ക്രിസ്തു ആരാണെന്ന ബോധ്യവും ഇല്ലാത്തത് കൊണ്ട് അവരിങ്ങനെ പതറി നടക്കുകയാണ്. എവിടെ ഞങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കും? എവിടെ ഞങ്ങൾക്ക് വിടുതൽ ലഭിക്കും? ഇന്ന് പകൽക്കാലം ഒരു ദൂത് പറയട്ടെ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ഉത്തരം തരുവാൻ ദൈവത്തിന് കഴിയും. നീ എവിടെയും ഓടി നടക്കേണ്ട ജീവന്റെ അപ്പമായ നിത്യജീവന്റെ ഉറവയായ ക്രിസ്തുവിന്റെ മുൻപിൽ മുഴങ്കാൽ മടക്കി നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ, ഏത് കോട്ടയ്ക്കകത്താണെങ്കിലും ഏത് അറകൾക്കകത്താണെങ്കിലും ആ അറകൾക്കകത്ത് ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നീ പിൻപറ്റിയിരിക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ആലോചന പറയുക. ആമേൻ. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് പലർക്കും ക്രിസ്തു ആരാണെന്ന് വെളിപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ പറയുന്നു യോഹന്നാൻ 6:66, അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാർ പലരും പിൻവാങ്ങിപ്പോയി. ഹല്ലേലൂയ. അങ്ങനെ പിൻവാങ്ങിപ്പോയപ്പോൾ ശീമോൻ പത്രോസിനോട് യേശു ചോദിക്കുന്നു, നിങ്ങളും എന്നിൽ നിന്ന് അകന്നു പോകുവാൻ ശ്രമിക്കുന്നുവോ? അല്ലെങ്കിൽ നിങ്ങളും എന്നെ വിട്ട് പിൻവാങ്ങിപ്പോകുമോ എന്ന് ചോദിക്കുമ്പോൾ പത്രോസ് പറയുന്നു, കർത്താവേ, ഞങ്ങൾ എവിടെ പോകും? ഹല്ലേലൂയ. വ്യക്തമായി പറയുകയാണ്. യോഹന്നാൻ 6-ാം അധ്യായത്തിന്റെ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, ഞങ്ങൾ എവിടെ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലല്ലോ, നീ ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെയെന്ന് ഞങ്ങൾ അത് അറിയുന്നു. ഹല്ലേലൂയ. അനുഗ്രഹങ്ങളെയല്ല, ഉയർച്ചകളെയല്ല,
ആമേൻ, നീ നിത്യജീവന്റെ വചനങ്ങൾ കർത്താവിൻ്റെ പക്കലുണ്ട് എന്നും, ആമേൻ സ്തോത്രം, നീ ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെയെന്ന് ഞങ്ങൾ അറിയുന്നു. ഇങ്ങനെ അറിയുന്നവർക്കൊരിക്കലും പിൻവാങ്ങി പോകുവാൻ കഴിയത്തില്ല. ദൈവത്തെ വേണ്ടാവണ്ണം അറിയാത്തത് കൊണ്ടാണ് പലരും പിന്മാറിപ്പോയത്. ഈ സന്ദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്തൊരു തിരുവചന ഭാഗം കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 15 വരെ പഠിക്കുമ്പോൾ അവിടെ ജനത്തെ കണ്ടപ്പോൾ കർത്താവ് ചില ഉപമകൾ പറയുന്ന സന്ദർഭത്തെക്കുറിച്ച് നമുക്ക് വായിക്കുവാൻ കഴിയും. ചില ഉപമകൾ കർത്താവ് ദൈവരാജ്യത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ വേണ്ടി ചെറിയ ചെറിയ ഉപമയിൽ കൂടെ കർത്താവ് ആ സത്യത്തെ ജനത്തിന് മനസ്സിലാക്കി കൊടുത്തു. ആ സന്ദർഭത്തിൽ ദൈവത്തിന് മഹത്വം. നോക്കുക, ഇവിടെ ലൂക്കോസിന്റെ 8-ന്റെ 1 മുതൽ 15 വരെ പഠിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഉപമ എന്ന് പറയുന്നത് വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടതിനെ കുറിച്ച് പറയുകയാണ്. വിത്ത് വിതപ്പാൻ പുറപ്പെട്ടതിനെ കുറിച്ച് അവിടെ പറയുന്നു. വിത്ത് വിതയ്ക്കുവാൻ പുറപ്പെട്ടപ്പോൾ ചിലത് വഴി അരികിൽ വീണു, ചിലത് പാറസ്ഥലത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് നല്ല നിലത്ത് വീണു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ശിഷ്യന്മാർക്ക് അറിവില്ലായിരുന്നു. എന്നാൽ പിന്നീട് അവിടെ കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. ആ 8-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ ശിഷ്യന്മാർ കർത്താവിനോട് രഹസ്യമായി ചോദിക്കുന്നു, ഗുരുവേ, അങ്ങ് പറഞ്ഞ ഉപമയുടെ പൊരുളുകൾ തിരിച്ചു തരണമേ എന്ന് ശിഷ്യന്മാർ പറയുമ്പോൾ കർത്താവ് പറയുന്നു, വിത്ത് ദൈവത്തിന്റെ വചനമാകുന്നു എന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. വഴി അരികെ ഉള്ളവർ എന്ന് വെച്ചാൽ അവൻ കേൾക്കുന്ന വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കാതെ ആ മനുഷ്യൻ രക്ഷ പ്രാപിക്കാതിരിപ്പാൻ വേണ്ടി കേൾക്കുന്ന വചനം ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയുന്നു. വഴിയരികെ ഉള്ളവർ എന്ന് വെച്ചാൽ, പാറമേൽ എന്ന് വെച്ചാൽ കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അവർ ദൈവത്തിൻ്റെ വചനം കേൾക്കും. പക്ഷെ ഹൃദയത്തിൽ സംഗ്രഹിക്കാതെ, ഹൃദയത്തിൽ കൈക്കൊള്ളാതെ അവൻ പരീക്ഷകൾ വരുമ്പോൾ പിൻവാങ്ങിപ്പോകും. കാരണം അവർക്ക് അതിന് കേൾക്കുവാനുള്ള മനസ്സുണ്ട്, പക്ഷേ അത് അംഗീകരിക്കുവാനും സ്വീകരിക്കുവാനുമുള്ള ഒരു ഹൃദയം അവർക്കില്ല. അതുകൊണ്ട് പാറമേൽ എന്ന് പറയുമ്പോൾ അവൻ കേൾക്കുന്ന വചനം സന്തോഷത്തോടെ കേൾക്കും, പക്ഷെ എന്താണ് കേട്ടത് എന്ന് അവർ ഗ്രഹിക്കായ കൊണ്ട് വേരില്ലായ കൊണ്ട് പരീക്ഷകൾ വരുമ്പോൾ അവർ പിൻവാങ്ങിപ്പോകും. എന്നാൽ നല്ല നിലത്ത് എന്ന് പറയുന്നത് ഒരുക്കപ്പെട്ട ഹൃദയം, നല്ല ഹൃദയത്തിനകത്ത് അവിടെ ചിന്തകളില്ല. അവിടെ സകലത്തെയും ഹൃദയത്തിൽ നിന്ന് മാറ്റിയെടുത്ത് വിത്തുപാകാൻ തയ്യാറാക്കിയ ഒരു നല്ല നിലം പോലെ മണ്ണ് പുല്ല് എല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയ ഇളക്കി മറിച്ച നല്ലൊരു നിലം പോലെ ഒരുക്കപ്പെടുത്തി കൊടുക്കുന്ന ഒരു ഹൃദയത്തിൻ്റെ ഉടമകളായി മാറട്ടെ. ആ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ വചനം ഇറങ്ങുമ്പോൾ അവിടെ അത് അനുഗ്രഹിക്കുകയും അത് 30, 60, 100 മേനി അതിൽ നിന്ന് നമുക്ക് ഫലം കാണുവാൻ കഴിയും. അപ്പോൾ കേൾക്കുന്ന വചനം നമ്മിൽ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ നല്ല നിലത്ത് എറിയുന്ന വിത്ത് പോലെ വചനം നല്ല ഹൃദയത്തിൽ വീഴട്ടെ. അപ്പോൾ പിന്മാറ്റത്തിലേക്ക് പോകുവാൻ കാരണം ഇത്തരത്തിലുള്ള 4 കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടാത്തത് കൊണ്ടാണ്. കേൾക്കുന്ന വചനം നാം ഗ്രഹിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നാം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത് നാശത്തിലേക്ക് പോകുന്ന ഒരു കൂട്ടരെ കുറിച്ചും അതുപോലെ തന്നെ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന ഒരു കൂട്ടരെ കുറിച്ചുമാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ കൂടെ പറയട്ടെ, ഈ വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ള വിശ്വാസികളിലേക്ക് ഷെയർ ചെയ്യുക മറക്കരുത്. ആമേൻ. ദൈവത്തിന് മഹത്വം. അപ്പോൾ നാം ഇവിടെ കുറിവാക്യമായി വായിച്ചത്, ചിന്തയ്ക്ക് ആധാരമായി വായിച്ചത് എബ്രായ ലേഖനം 10-ന്റെ 39-ാമത്തെ വാക്യമാണ്. അവിടെ നാം കണ്ടു, ഒന്ന് നാശത്തിലേക്ക് പിന്മാറുന്ന ഒരു കൂട്ടരും വിശ്വസിച്ച് ജീവരക്ഷയ്ക്കായി വേർതിരിക്കപ്പെടുന്ന ഒരു കൂട്ടരെയും കുറിച്ച് കാണുവാൻ കഴിയും. ആമേൻ. എങ്ങനെയാണ് ഒരു മനുഷ്യൻ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നത്? എങ്ങനെയാണ് ഒരു മനുഷ്യൻ വിശ്വാസത്തിൻ്റെ പാതയിൽ നിന്ന് മാറിപ്പോകുന്നത്? നമുക്ക് വായിക്കാം. 2 തീമോഥെയോസ് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. ഒരിക്കൽ കൂടെ പറയുന്നു, 2 തീമോത്തി 4-ന്റെ 10-ാമത്തെ വാക്യം ഇങ്ങനെയാകുന്നു: ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ട് തെസ്സലോനിയിലേക്ക് പുറപ്പെട്ടു പോയി.
ഒന്നുകൂടെ പറയട്ടെ, ദേമാസ് എന്നെ വിട്ട് ഈ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ട് തെസ്സലോനിയിലേക്ക് പുറപ്പെട്ടു പോയി എന്ന് പറയുന്ന വാക്യത്തിന്റെ അർത്ഥം, ദേമാസ് എന്ന് പറയുന്ന ശക്തനായ ഒരു ശിഷ്യൻ പൗലോസിനോട് കൂടെ ഉണ്ടായിരുന്നു. ഒത്തിരി പേരുണ്ടായിരുന്നു, മർക്കോസ്, ലൂക്കോസ്, ബർണബാസ് ഒക്കെ ഉണ്ടായിരുന്നു കൂടെ. എന്നാൽ അക്കൂട്ടത്തിൽ ദേമാസ് എന്ന് പറയുന്ന ഒരു ശിഷ്യനെ കുറിച്ച് പറയുകയാണ്. തന്നോട് കൂടെ തടവറകളിലൊക്കെ ഉണ്ടായിരുന്ന ശിഷ്യനാണ് ദേമാസ്. എന്നാൽ ദേമാസ് ഇപ്പോൾ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ട് തെസ്സലോനിയിലേക്ക് പുറപ്പെട്ടു പോയി. അതുകൊണ്ട് ലോകത്തിന്റെ സ്നേഹം ഒരു മനുഷ്യനിൽ കടന്നുകൂടിയാൽ, ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു ഭവനമാകട്ടെ, ഒരു വ്യക്തിയാകട്ടെ, വ്യക്തി ജീവിതമാകട്ടെ, ലോകത്തിന്റെ സ്നേഹം അവനിലേക്ക് വന്നാൽ വിശ്വാസത്തിന്റെ ജീവിതം തകരപ്പെടുവാൻ തുടങ്ങും. അതുകൊണ്ട് ദേമാസ് ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ട് തെസ്സലോനിയിലേക്ക് പുറപ്പെട്ടു പോയി. ലോകത്തെ സ്നേഹിച്ചിട്ട് ആ ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കുന്ന പൗലോസിനെയും ദൈവസ്നേഹത്തെയും ഒക്കെ ഉപേക്ഷിച്ച് അവൻ തെസ്സലോനിയിലേക്ക് പുറപ്പെട്ടു പോകുക. എന്താ കാരണം? ലോകത്തെ സ്നേഹിച്ച് എന്ന് പറയുകയാ. ആമേൻ. എന്ന് പറഞ്ഞാൽ ലോകം ആകർഷണമാകുമ്പോൾ ക്രിസ്തുവിൽ നിന്ന് വ്യതിചലിക്കുവാൻ തുടങ്ങും. ഒന്നുകൂടെ പറയാം, ലോകത്തിൻ്റെ ചിന്തകൾ, ലോകത്തിൻ്റെ ഉയർച്ചകൾ, ലോകത്തിൻ്റെ പ്രൗഢിയിലേക്കൊക്കെ ചിലപ്പോൾ മനസ്സ് പാഞ്ഞു പോകും. അതുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ പിശാചി വന്ന് പറഞ്ഞു, ഈ കാണുന്നതൊക്കെയും ഞാൻ നിനക്ക് നൽകിത്തരാം, നീ എന്നെ ഒന്ന് വീണ് നമസ്കരിക്കുവാൻ പറഞ്ഞു. അതിൻ്റെ അർത്ഥം, ഈ ലോകത്തിൻ്റെ പ്രൗഢിയും ഈ ലോകത്തിൻ്റെ മനോഹാരിതയും ഈ ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ദുഷ്ടന്റെ അധീനതയിൽപ്പെട്ടതാകുന്നു. അതുകൊണ്ടാണ് സ്തോത്രം, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് തെസ്സലോനിയിലേക്ക് പുറപ്പെട്ടു പോകുകയാണ്. ലോകത്തിന്റെ സുഖം തേടി പോകുമ്പോൾ, ലോകത്തിന്റെ നന്മകൾ തേടി പോകുമ്പോൾ ഒരു പക്ഷെ വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ ഇടിയുവാൻ തുടങ്ങും. അതുകൊണ്ട് ലോകത്തിന്റെ മുൻപിലേക്ക് പോകുമ്പോൾ നാം അതിൽ നിന്നും വചനത്തിലേക്കും ക്രിസ്തുവിലേക്കും ഓടി മറിയട്ടെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പഴയ നിയമം പഠിക്കുമ്പോൾ ലോത്തിനെ കുറിച്ചും അബ്രഹാമിനെ കുറിച്ചും പറയുന്നു. അബ്രഹാം തിരഞ്ഞെടുത്തത് മറ്റൊന്ന്, ലോത്ത് തിരഞ്ഞെടുത്തത് നീരോട്ടമുള്ള പ്രദേശം, നല്ല കാണാൻ ഭംഗിയുള്ള പ്രദേശം. അതിൽ താൻ ആഗ്രഹിക്കപ്പെട്ടു, അതിൽ താൻ ആകർഷിച്ചു. ലോത്തും തൻ്റെ കുടുംബവും കാണുവാൻ ഭംഗിയുള്ള ആകർഷണമായ വസ്തുവിൽ ആകർഷിച്ചിട്ട് ആ പട്ടണത്തിന്മേൽ അവർ ആകർഷിച്ചു, പട്ടണത്തിലുള്ളവരുമേൽ അവർ ആകർഷിച്ചു, ആ പ്രദേശത്തിന്മേൽ അവർ ആഗ്രഹിച്ചു. അതുകൊണ്ട് ദൈവം അത് വിട്ടുപോകുവാൻ പല ആവർത്തി ലോത്തിനോട് പറഞ്ഞിട്ടും ഇല്ല, ലോത്ത് അതിന് സമ്മതനാകുന്നില്ല. കാരണം പല ആവർത്തി ദൈവം പറയുകയാ. പ്രിയ ശ്രോതാവേ, ദൈവം നമ്മോടിങ്ങനെ പല ആവർത്തി പറയുന്നെങ്കിൽ ഓർക്കണം, അതിൻ്റെ പിറകിൽ വലിയൊരു നാശമുണ്ട്. ആ നാശത്തിലേക്ക് അകപ്പെടാതിരിക്കാൻ വേണ്ടിയാ ദൈവത്തിൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ദാസന്മാരും വചനവുമൊക്കെ നിങ്ങളോട് സംസാരിക്കുന്നത്, മടങ്ങി വരുവാൻ വേണ്ടി. ഇവിടെ ലോത്തിനോടും കുടുംബത്തോടും മടങ്ങി വരാൻ പറഞ്ഞപ്പോൾ അവർ അതിന് സമ്മതരാകുന്നില്ല. നോക്കുക, ഉൽപ്പത്തി പുസ്തകം 13:10-11 വായിക്കുമ്പോൾ അവിടെ ലോത്തിൻ്റെ ചരിത്രം കാണാൻ കഴിയും. അതുപോലെ ഉൽപ്പത്തി പുസ്തകം 19:26 വാക്യത്തിൽ വായിക്കുമ്പോൾ ലോത്തിന്റെ ഭാര്യ ഉപ്പു തൂണായി ഭവിച്ചു എന്ന് പറഞ്ഞാൽ ആകർഷണത്തിൽ അകപ്പെട്ടു പോയപ്പോൾ, ദൈവത്തിന്റെ കൽപ്പനകൾ അംഗീകരിക്കാതെ പോയപ്പോൾ, അനുസരിക്കാതെ പോയപ്പോൾ അവിടെ ഒരു സ്മാരകം പോലെ ലോത്തിന്റെ ഭാര്യ ഉൽപ്പത്തി 19:26 വാക്യത്തിൽ ഉപ്പു തൂണായി ഭവിച്ചു, ഒരു നാശത്തിലേക്ക് പോയി. കേൾപ്പിച്ച കുറിവാക്യത്തോട് ചേർത്ത് പറയട്ടെ, ആമേൻ ആമേൻ. നാമോ നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകുന്നത്. ആമേൻ. വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകുന്നത്. ദൈവത്തിന് മഹത്വം. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പുതിയ നിയമത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 32 വാക്യത്തിൽ യേശു വിളിച്ചു പറഞ്ഞു, ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ എന്ന് പറഞ്ഞാൽ ആ ലോകത്തിന്റെ സുഖവും ലോകത്തിന്റെ ആകർഷണവും ഒക്കെ തന്നെ പിടിക്കപ്പെട്ടപ്പോൾ അവിടെ നാശത്തിലേക്ക് പോകുകയാണ്. അതുകൊണ്ട്
ക്രിസ്തുവിൽ നിന്ന് വ്യതിചലിച്ചു പോകാതെ, ദൈവത്തിൽ നിന്ന് മാറിപ്പോകാതെ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുവാൻ ഈ സമയം പരിശുദ്ധാത്മാവ് നിങ്ങളോട് ദൂത് പറയുകയാണ്. അതുകൊണ്ട് ക്രിസ്തുവിനെ മുറുകെ പിടിച്ച് നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലാകുവാനല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാകുവാൻ ഈ സമയം മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് ചില ഭവനത്തോട്, ചില സഹോദരി സഹോദരന്മാരോട് പരിശുദ്ധാത്മാവ് ഇന്ന് ഈ സമയം ദൂത് പറയുക. ആമേൻ. ലോത്തിന്റെ കുടുംബത്തിനൊന്ന് നാശം പോലെ ആകാതിരിപ്പാൻ നീ ദൈവത്തിന്റെ വചനം മുറുകെ പിടിച്ച് മാനസാന്തരപ്പെട്ട് ദൈവകൽപ്പനയിലേക്ക് മടങ്ങി വരാൻ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ മീഡിയയിൽ കൂടെ ചില ഭവനങ്ങളോട് ദൂത് പറയുകയാണ്. എന്താകുന്നു ലോകത്തിന്റെ സ്നേഹം? നമുക്ക് വായിക്കാം. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. ഒരിക്കൽ കൂടെ പറയട്ടെ, ലോകത്തെയും ലോകത്തിൽ ഉള്ളതിനെയും സ്നേഹിക്കരുത്. ലോത്തും ഭാര്യയും സ്നേഹിച്ചത് ലോകത്തിലുള്ള നീരോട്ടമായ പ്രദേശം, പട്ടണത്തെ നോക്കിക്കൊണ്ട് ലോത്ത് അവിടെ താമസിക്കുകയാണ്. ആ പട്ടണം പാപം നിറഞ്ഞ പട്ടണമാണെന്ന് അറിഞ്ഞിട്ടും ലോത്ത് അതിൽ പിടിക്കപ്പെടുകയാണ്, അതിൽ തന്നെ താമസിക്കുക. ഒടുവിൽ ദൈവം ആകാശത്തു നിന്ന് ഗന്ധവും തീയും അയച്ച് ആ ദേശം നശിപ്പിച്ചു കളഞ്ഞു. പക്ഷെ അതിന് മുൻപായിട്ട് ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായി മാറി. ഹല്ലേലൂയ. ഇന്ന് പകൽ ഒരു വ്യക്തിയുടെ പിന്മാറ്റമായിരിക്കാം ആ കുടുംബത്തിന് നാശം. പ്രിയമിത്രമേ, നിന്റെ ഭവനത്തിൽ നിന്റെ ഭർത്താവിന്റെ പിന്മാറ്റമാകും നിന്റെ കുടുംബത്തിന്റെ തലമുറയുടെ നാശം. ഒരു പക്ഷേ നിന്റെ മകന്റെ പിന്മാറ്റമായിരിക്കാം നിന്റെ മാതാപിതാക്കന്മാരുടെ കണ്ണുനീര് മാറാത്തത്. ഒരു പക്ഷേ നിന്റെ കുടുംബത്തിലെ ഏതോ ഒരു വ്യക്തിയുടെ പിന്മാറ്റമായിരിക്കാം തലമുറ മുഴുവൻ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പകൽ നശിക്കാതിരിപ്പാൻ നാം പോകുന്ന യാത്രയിൽ പുത്രനെ ചുംബിക്കട്ടെ എന്ന് പറയുന്നത് പോലെ എപ്പോഴും ദൈവത്തെ സ്നേഹിക്കുവാൻ മനസ്സുള്ളവരായി മാറട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്ന വിഷയം 1 യോഹന്നാൻ 2:15 വാക്യം, ലോകത്തെയും ലോകത്തിൽ ഉള്ളതിനെയും സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. എന്താകുന്നു മനുഷ്യനെ പിറകിലേക്ക് വലിക്കുന്ന ആ സ്നേഹം? എന്താകുന്നു ആ പ്രശ്നം? നമുക്ക് നോക്കാം. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ എടുത്തു പറയുന്നു, കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഹല്ലേലൂയ. എന്താകുന്നു? കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഈ വചനം കേൾക്കുമ്പോൾ സന്തോഷമുണ്ടാകട്ടെ. ഹല്ലേലൂയ. നോക്കുക, എന്താകുന്നു ലോകത്തിന്റെ സ്നേഹമെന്ന് 1 യോഹന്നാൻ 2:15-16 വാക്യം പഠിക്കുമ്പോൾ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. മൂന്നും വലിയ വിഷയമാണ്, പഠിക്കേണ്ട വിഷയമാണ്. ഒരു മറ്റുള്ള ചർച്ച് മീറ്റിങ്ങോ മറ്റുള്ള ഉപവാസ പ്രാർത്ഥനയൊക്കെ ആണെങ്കിൽ നമുക്ക് നിന്ന് സംസാരിക്കുവാൻ സമയം ഒത്തിരി നമുക്ക് ലഭിക്കും. എന്നാൽ ഇതൊരു ഓൺലൈൻ മീഡിയ ആയതുകൊണ്ട് നമുക്ക് സമയത്തിൻ്റെ പരിമിതിയുണ്ട്. എങ്കിൽ തന്നെയാണെങ്കിലും എടുത്തു പറയട്ടെ, എന്തൊക്കെയാകുന്നു ലോകത്തിൻ്റെ സ്നേഹത്തിൽ അകപ്പെട്ടു പോകുന്ന കൺമോഹത്തിലും ജഡമോഹത്തിലും ജീവനത്തിൻ്റെ പ്രതാപം, ജീവനത്തിൻ്റെ പ്രതാപം, ജീവനത്തിൻ്റെ പ്രതാപം. നോക്കുക, പ്രൗഢിയുടെ ജീവിതം ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റും. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസമുള്ള കാര്യമാകുന്നു. അത് ഒട്ടകം സൂചിക്കൂടെ കടക്കുന്നതിന് തുല്യമാകുന്നു, നടക്കാത്ത കാര്യമാകുന്നു, അത്രയും റിസ്ക് ഉള്ള കാര്യമാകുന്നു. അതാണ് ജീവനത്തിന്റെ പ്രതാപം. നോക്കുക, നമ്മുടെ കൂട്ടത്തിൽ ഒത്തിരിയേറെ പ്രതാപമുള്ള ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ ധനാഢ്യന്മാരായി ജീവിക്കുന്ന എത്രയോ പെന്തക്കോസ് വിശ്വാസികളുണ്ട്, എത്രയോ പ്രൗഢിയിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. ഈ പ്രൗഢി ഒരു ദിവസം ന്യായവിധി കാരണമായി തീരും. ഹല്ലേലൂയ. ഒരു കാര്യം എടുത്തു പറയട്ടെ, നമ്മുടെ പെന്തക്കോസ്ത് കുളത്തിൽ ദൈവം അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ അനേകം ആളുകളെ സമൃദ്ധിയായി അനുഗ്രഹിച്ചിട്ടുണ്ട്. അവരെ പിതാക്കന്മാർ വില കൊടുത്തത് കൊണ്ട് തലമുറയെ ദൈവം അമേരിക്കയിലും മറ്റുള്ള പുറം രാജ്യങ്ങളിലുമൊക്കെ അനുഗ്രഹിക്കപ്പെട്ട സാമ്പത്തിക ഉന്നമനങ്ങളിൽ ജീവിക്കുന്നവരാണ്. പക്ഷെ അവർക്ക് ലഭിക്കുന്ന സാമ്പത്തികം എങ്ങനെ ചെലവിടുന്നു എന്നുകൂടെ അവർ ചിന്തിക്കേണ്ട സമയമാണ്. കാരണം ഓരോരുത്തൻ അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം ലഭിക്കുന്നുവെങ്കിൽ ആ അന്ത്യ നാളിൽ നമുക്ക് നേരെ ചില ന്യായവിധികൾ ഉണ്ടാകും. മകനെ, മകളെ, നീ എന്തു ചെയ്തു എന്ന് ചോദിക്കും. അതുകൊണ്ട് വചനത്തിൽ പറയുന്നു,
ആ അന്ത്യനാളിൽ നിന്റെ കരം ബലപ്പെട്ടിരിക്കുമോ എന്ന് ചോദിക്കുകയാണ്. നമുക്ക് ലഭിച്ച സകലത്തിനും കണക്ക് കൊടുക്കേണ്ടി വരും എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. സകലത്തിനും നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. ജീവനത്തിന്റെ പ്രതാപം ഒരു കാര്യം എടുത്തു പറയുകയാണ്. വീട് നമുക്ക് ആവശ്യമാകുന്നു, പക്ഷെ ആഡംബരമാകരുത്. ഒരു വാഹനം നമുക്ക് ആവശ്യമാണ്, പക്ഷെ അത് ആഡംബരമാകരുത്. ഒരു ജോലി നമുക്ക് ആവശ്യമാകുന്നു, പക്ഷെ ആ ജോലി ലഭിക്കുന്ന സാമ്പത്തികം അത് ആഡംബരത്തിന് വേണ്ടി ഉപയോഗിക്കരുത്. വിവാഹം നമുക്ക് ആവശ്യമാകുന്നു, അത് മാന്യമാണ്, പക്ഷേ അത് ആഡംബരമായി നടത്തി ആഡംബരത്തിൽ ജീവിക്കരുത്. എല്ലാത്തിനും ദൈവമക്കൾക്ക് ഒരു അളവുകോൽ, ഒരു പരിമിതിയുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ പറയുന്നു, ജീവനത്തിൻ്റെ ജീവനത്തിൻ്റെ പ്രതാപം. ഹല്ലേലൂയ. ഇതെല്ലാം ദൈവത്തിൽ നിന്ന് മനുഷ്യനെ പിന്മാറ്റത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകും. ഹല്ലേലൂയ. മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെ ജീവിക്കാമെന്ന് നാം ചിന്തിക്കരുത്. മറ്റുള്ളവർ സഞ്ചരിക്കുന്നത് പോലെ സഞ്ചരിക്കാമെന്ന് ചിന്തിക്കരുത്. ആമേൻ. ദൈവത്തിന് മഹത്വം. ഈ ലോകവും ഈ ലോകത്തിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ. ഈ സന്ദേശം ഞാൻ ചുരുക്കുകയാണ്. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ള വചനം വായിക്കുവാൻ കാണുവാൻ കഴിയും. ഹബക്കൂക്ക് പ്രവചന പുസ്തകം പഠിക്കുമ്പോൾ 2-ാം അധ്യായത്തിൽ ഒരു പ്രോമിസ് വാഗ്ദത്തം കൊടുക്കുകയാണ്. 2:1 മുതൽ താഴേക്ക് പഠിക്കുമ്പോൾ അവിടെ പ്രോമിസ് വാഗ്ദത്തം കൊടുത്ത ശേഷം പറയുന്നു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഒരു കഷ്ടതയിൽ കൂടെ ആ യഹൂദ ജനം കടന്നു പോകുമ്പോൾ, ശത്രു അവർക്ക് മേൽ ജയോത്സവം കൊണ്ടാടുമ്പോൾ, കൽദയരും ബാബിലോൺ സൈന്യമൊക്കെ വന്ന് യഹൂദയെ ആക്രമിക്കുകയാണ്. കാരണം അവർ ദൈവത്തെ വിട്ട് പോയത് കൊണ്ട് ദൈവം കൽദയരെയും ബാബിലോണിനെയും എഴുന്നേൽപ്പിച്ച് യഹൂദിയെ ന്യായം വിധിക്കുകയാണ്. ഒടുവിൽ ബാബിലോണിനെയും കൽദയരെയും യഹോവ ന്യായം വിധിക്കുന്നു. എന്നാൽ ആമേൻ, ഹബക്കൂക്ക് പ്രവാചകൻ ചോദിക്കുന്നു, എന്ത് കർത്താവ് ഇപ്രകാരം സംഭവിക്കുന്നു? അങ്ങ് എന്തുകൊണ്ട് മൗനമായിരിക്കുന്നു എന്നൊക്കെ പ്രവാചകൻ ചോദിക്കുമ്പോൾ 2-ാം അധ്യായത്തിൽ ആമേൻ ഹബക്കൂക്കിനോട് ദൈവം പറയുകയാണ്, ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, അത് വൈകിയാലും വരും, അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം. ഒടുവിൽ പറയുന്നു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അതുകൊണ്ട് ഹബക്കൂക്ക് പറയുന്നു, 3-ാം അധ്യായത്തിന്റെ 17 മുതൽ 19 വരെ വായിക്കുമ്പോൾ, ഹബക്കൂക്ക് 3-ാം അധ്യായം 17 മുതൽ 19 വരെ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ആമേൻ, നന്മകളുടെ ഉറവിടങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകത്തക്ക വിധമായാലും എങ്കിലും ഞാൻ എൻ്റെ യഹോവയെ കർത്താവിനെ ഘോഷിച്ച് ആനന്ദിക്കുമെന്ന് പറയുകയാണ്. ഹല്ലേലൂയ. എല്ലാം നഷ്ടപ്പെടട്ടെ, ഹബക്കൂക്ക് പറയും, എല്ലാം നഷ്ടപ്പെടട്ടെ, എങ്കിലും ഞാൻ യഹോവയെ ഘോഷിച്ച് ആനന്ദിക്കും. ആമേൻ. ഇവിടെ പറയുന്നു, ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, മുന്തിരി ഫലം തരികയില്ല എന്നും. ആമേൻ, ആമേൻ. ഗോശാലയിൽ പശുക്കൾ നശിച്ചു പോകും, ആമേൻ, ആടുകൾ നശിച്ചു പോകും. ഇങ്ങനെ പറഞ്ഞ ശേഷം പറയുകയാണ്, എങ്കിലും ഞാൻ യഹോവയിൽ ഘോഷിച്ച് ആനന്ദിക്കും. ഹല്ലേലൂയ. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹല്ലേലൂയ. യോബിനെ നോക്കി പറയട്ടെ, യോബ് ആമീൻ തല മുതൽ ഉള്ളംകാല് വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചപ്പോഴും യോബ് പറയുന്നു, ആമീൻ, അന്യ കണ്ണല്ല സ്വന്തം കണ്ണാൽ ഞാൻ അവനെ കാണും. ഹല്ലേലൂയ. ആമീൻ. നിത്യതയുടെ ഒരു പ്രത്യാശ യോബിലുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ പറയുന്നു, ആമേൻ, ലോകത്തിന്റെ മോഹങ്ങളും ലോകത്തിന്റെ എല്ലാ കാര്യാദികളും നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ ഇടയായിത്തീരും. ആയതുകൊണ്ട് ആമേൻ, ഞാനും നിങ്ങളും ഒരു തീരുമാനമെടുക്കട്ടെ. ഇത് കേൾക്കുന്നവർ ഒരു തീരുമാനമെടുക്കട്ടെ. ഹല്ലേലൂയ. നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയാകുന്നു. ഒരിക്കൽ കൂടെ പറയട്ടെ, നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലെല്ലാം വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകുന്നത്. പ്രൈസ് ലോർഡ്. അപ്പോൾ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ
ഞാനും നിങ്ങളും ആകേണ്ടത്. ഹല്ലേലൂയ. പിന്മാറ്റത്തിന് അനുഭവത്തോടെ പോകുന്ന സഹോദര, ഈ സമയം പറയട്ടെ, മടങ്ങി വരിക. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു, കർത്താവ് നിന്നെ ഇഷ്ടപ്പെടുന്നു, കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. മടങ്ങി വരിക. ആ പഴയ കാലത്തിലേക്കും ആ പഴയ ആരാധനയിലേക്കും ആ പഴയ ദൈവവായന അനുഭവത്തിലേക്കുമൊക്കെ താങ്കൾ മടങ്ങി വരുവാൻ തയ്യാറാണെങ്കിൽ ദൈവാത്മ പറയുന്നു, ഒരു സമാധാനത്തിൻ്റെ, ഒരു അനുഗ്രഹത്തിൻ്റെ, ഒരു സ്വൈര്യമുള്ള ജീവിതം ഈ നാളുകളിൽ ദൈവം നിനക്ക് തരാൻ പോകുന്നു. മടങ്ങി വരിക ആ പഴയ കാലത്തിലേക്ക്, ആത്മാവിൽ സത്യത്തിലേക്കും ആരാധിക്കുന്ന ആ കാലത്തിലേക്ക് മടങ്ങി വരിക. കേട്ട വചനത്തുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ കണ്ണുകളെ മൂടിയാട്ടെ. എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ കേട്ട വചനം അവിടുത്തെ വചനമാണ് പിതാവേ. ഇത് കേൾക്കുമ്പോൾ ചില വ്യക്തികൾ മാനസാന്തരപ്പെട്ട് നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ നിന്നും വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ദൈവം അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ മിറക്കിൾ ചില കുടുംബത്തിൽ സംഭവിക്കട്ടെ, ചില തലമുറകളിൽ സംഭവിക്കട്ടെ, ചില വ്യക്തികളിൽ പിന്മാറ്റം മാറി ദൈവത്തിൻ്റെ വഴിയിലേക്ക് അവർ കടന്നു വരട്ടെ. ഗോഡ് ബ്ലസ് യു. ദൈവം ഞാൻ അനുഗ്രഹിക്കുക. യേശുവിൻ്റെ നാമത്തിൽ അവരെല്ലാം പൂർണ്ണമായി പിന്മാറ്റം വിട്ട് അവർ ക്രിസ്തുവിൻ്റെ വഴിയിലേക്ക് വീണ്ടും റിപ്പൻഡന്റ് ആയിട്ട് മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. എല്ലാ മഹത്വവും കർത്താവ് എടുക്കും. പ്രാർത്ഥന കേൾക്കും യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.